അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഇലക്ട്രോണിക് ചാർജസ് ഫോം 1 കൂളം ഓഫ് ചാർജ്? പറഞ്ഞിട്ടുണ്ട്, ചാർജ് തന്നിട്ടുണ്ട്, 1 കൂളം തന്നിട്ടുണ്ട്. അപ്പം നമ്പർ ഓഫ് എത്ര ഇലക്ട്രോണിക് ചാർജസ് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നില്ല. നമ്പറാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് നമുക്കറിയാം എത്രയാണ്, 1.602 ഇൻറ്റു 10⁻⁻19 കൂളോമാണ് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഏതാണ്? Q ഈസ് ഈക്വൽ ടു N E എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ N ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ N ഈസ് ഈക്വൽ ടു Q/E. Q എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 1 ആണ് തന്നിട്ടുണ്ട്. ദെൻ ഡിവൈഡ് ബൈ ഇത് എത്രയാണ്? 1.602 ഇൻറ്റു 10⁻⁻19 ഉണ്ടോ. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചാൽ 6.25 ഇൻറ്റു 10⁻18 എന്ന് വരും കേട്ടോ. 6.25 ഇൻറ്റു 10⁻18 നമ്പർ അല്ലേ. അപ്പോൾ അത്രയും ഇലക്ട്രോണിക് ചാർജ് 6.25 ഇൻറ്റു 10⁻18 ഇലക്ട്രോണിക് ചാർജസ് ചേരുമ്പോഴാണ് 1 കൂളം ഓഫ് ചാർജ് വരുന്നത്. ക്ലിയർ ആയല്ലോ. ഇവിടെ ചാർജ് യൂണിറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ 1 കൂളമാണ്, ഇവിടെ കൂളം തന്നെയല്ല. അപ്പോൾ അത് ക്യാൻസൽ ആയി പോകും. പിന്നെ നമ്പർ ആയതുകൊണ്ട് അത് യൂണിറ്റ് ഒന്നുമില്ല. 6.25 ഇൻറ്റു 10⁻18 ഇലക്ട്രോണിക് ചാർജ് ചേരുമ്പോഴാണ് അവിടെ 1 കൂളം ചാർജ് ആവുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ മിക്കപ്പോഴും ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. പഠിച്ചോളുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ കണ്ടക്ടർ ഹാസ് എ നെഗറ്റീവ് ചാർജ് ഓഫ് 4.8 ഇൻറ്റു 10⁻⁻17 കൂളം. ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് എക്സസ് ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടർ. ഒരു കണ്ടക്ടറാണ്, അത് നെഗറ്റീവ് ചാർജ് ആണ് തന്നിട്ടുണ്ട്. എത്രയാണ് നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞിരിക്കുന്നത്? Q ഈസ് ഈക്വൽ ടു -4.8 ഇൻറ്റു 10⁻⁻17 തന്നിട്ടുണ്ട്. നെഗറ്റീവ് ചാർജ് ആണ് തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിവിടെ മൈനസ് ഇട്ടത്. അപ്പോൾ അതിൽ ആ കണ്ടക്ടർ എന്തുമാത്രം എക്സസ് ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം എക്സസ് ഇലക്ട്രോൺസ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇലക്ട്രോണിക് ചാർജ് ഇലക്ട്രോൺസിൻ്റെ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് -1.6 ഇൻറ്റു 10⁻⁻19 കൂളം എന്ന് എഴുതാം. ഇക്വേഷൻ ഏതാണ്? Q ഈസ് ഈക്വൽ ടു N ഇൻറ്റു E ആണ്. N ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. Q/E. നെഗറ്റീവ് എന്നല്ല, നെഗറ്റീവ് ഇലക്ട്രോൺസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മളിവിടെ നെഗറ്റീവ് സൈൻ ഇട്ടത്. ചാർജ് കണ്ടക്ടറിൻ്റെ ചാർജ് എന്ന് പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് ചാർജ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം -4.8 ഇൻറ്റു 10⁻⁻17 ഡിവൈഡ് ബൈ ദെൻ -1.6 ഇൻറ്റു 10⁻⁻19 3 എന്ന് വരും കേട്ടോ. 3 ഇൻറ്റു 10⁻⁻19 മേളിലോട്ട് പോകും കേട്ടോ. അതായത് ഓൾറെഡി -17 ഉണ്ട്. ദെൻ ഈ 10⁻⁻19 മേളിലോട്ട് പോകുമ്പം +19 ആവും. അപ്പം 3 ഇൻറ്റു 10⁻⁻17 +19 വരുമ്പം 2 വരും അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 3 ഇൻറ്റു 10⁻² എന്ന് പറഞ്ഞാൽ 300 അല്ലേ. 300. അപ്പം നമ്പർ ഓഫ് എക്സസ് ഇലക്ട്രോൺസ് ഈസ് 300 എക്സസ് ഇലക്ട്രോൺസ് അവിടെയുണ്ട്. നെഗറ്റീവ് ചാർജ് ആണ്, അതിൻ്റെ 4.8 ആണെന്ന് പറയുന്നത്. അപ്പം എക്സസ് ഇലക്ട്രോൺസ് എന്തോരുണ്ട്? 300 അല്ലേ. 300 എക്സസ് ഇലക്ട്രോൺസും അവിടെയുണ്ട്.